Let him enjoy. Wow. Where is Anand? Cheers, guys. Hello. Check hello. Mic testing. കുറെ നേരം ബൈക്ക് റേസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടെ അനൗൺസ്മെന്റ് എന്തെങ്കിലും നീ പറ. പറയാളൂ ഒന്ന് മൂടാകട്ടെ. പ്രിയപ്പെട്ട കൂനംതുരുത്ത് നിവാസികളെ, MBA പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയതിലൂടെ ഈ കൊച്ചു തുരുത്തിന്റെ അഭിമാനത്തെ ഒരു വൻ കര പോലെ വലുതാക്കിയിരിക്കുകയാണ് നമ്മുടെയൊക്കെ പൊന്നോമനയായ പി സത്യനാരായണൻ. അതിന്റെ കണ്ണിലുണ്ണിയായി മാറിയിരിക്കുന്ന ശ്രീ സത്യനാരായണന് കൂനംതുരുത്ത് UP സ്കൂളിൽ വെച്ച് പൗരസമിതി നൽകുന്ന സ്വീകരണ സമ്മേളനത്തിലേക്ക് അപാലവൃദ്ധം ജനങ്ങളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പഴയ പിയൂൺ നാരായണ മോൻ പണ്ട് സ്കൂളിൽ മോട്ടിക്കാൻ ഈ നാരായണന്മാർക്ക് കിടപ്പില. സത്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രതിഭാസമാണ് സത്യൻ, പ്രസ്ഥാനമാണ് സത്യൻ, പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു പ്രഹേളികയാണ് സത്യൻ. ചുമ്മാതാണെന്നേ ആ ചെക്കൻ കക്കാൻ കയറുന്നത് നല്ലെന്നേ. പിന്നെ ആ ചെക്കൻ ഹെഡ് മാസ്റ്ററിന്റെ മുറിയില് മതി പറയണ്ട ആവശ്യത്തിന് ചുമച്ചിട്ട് പറഞ്ഞാൽ ഇല്ലപ്പട്ടി പോലും കയറി വരാത്ത ഈ തുരുത്തിൽ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് വരെ തിടം പേറ്റിയിട്ടുള്ള ഒരു ഗജപോക്രിയെയാണ്, സോറി ഗജവീരനെയാണ് പൗരസമിതി ചരിത്രത്തിൽ ആദ്യമായി എഴുന്നള്ളിക്കുന്നത്. വാദ്യമേളങ്ങൾക്കിടയിലൂടെ താലപ്പൊലിയെത്തിയ കന്യകമാർക്കിടയിലൂടെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്റെ കുച്ചിരോമങ്ങളിൽ അള്ളിപ്പിടിച്ച് നെഞ്ചു തള്ളി ഇതാ എഴുന്നള്ളുന്നു നമ്മുടെ നാടിന്റെ ജനപ്രിയ നായകനായ പി സത്യനാരായണൻ. ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന ശ്രീ സത്യനാരായണനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തോളൂ. ദൈവമേ കാത്തോളണേ. പ്രിയമുള്ളവർ, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള അതിസമർത്ഥരായ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു പി സത്യനാരായണൻ. സത്യൻ വിജയത്തിന്റെ ഉയരങ്ങൾ കീഴടക്കിയിരിക്കുന്ന ഈ അവസരത്തിൽ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ദിവസമാണ്. സത്യൻ ഓർമ്മിക്കാൻ ഒരു കാരണവശാലും ആഗ്രഹിക്കാത്ത ആ ദിവസം. എന്റെ അമ്മയാണ് സത്യനെ, കള്ളനല്ല മാഷേ. എന്താ ഭാഷ ഇത്? ഒരു 7ാം ക്ലാസ്സുകാരന് സംഭവിച്ച ചെറിയ അബദ്ധമായി അവഗണിച്ച് കളയാമായിരുന്ന തെറ്റിനെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കിയത് അന്നത്തെ ഹെഡ് മാഷായിരുന്ന പൊതുവാൾ മാഷിന്റെ ഒറ്റ വാശിയായിരുന്നു.
എന്നാൽ സ്വന്തം ചാരത്തിൽ നിന്നും ഉയർന്നു പറക്കുന്ന ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്ന ശ്രീ സത്യനാരായണന് പൂനന്തുരത്തിന്റെ ആദരം നൽകുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. എന്റെ ഏറ്റവും പ്രിയങ്കരായ നാട്ടുകാരെ, ഓ, അരെ വാ. ഇങ്ങോട്ട് തന്നെ. ഇത് ഞാൻ കൊണ്ടുവന്നടാ. ഒരു മിനിറ്റ്. അകട്ടൊന്ന് ഫോർവേഡ് ചെയ്തേ. ഇവന്റെ പേര് ശാന്തൻ. എന്നെ ഇവിടെ ഇങ്ങനെ ആദരിക്കാനുള്ള നിലയിലെത്തിച്ചത് ഇയാളുടെ കൈകളാണ്. ഡാ, തുറക്കാൻ. മറക്കില്ല ഞാൻ ഇയാളെ. ഒരു 10 രൂപീസ് ഷെയർ ഇടാൻ തരുമോ? ഇല്ലില്ല. ഇല്ലേ? കൂൺ മാൻ. ടേക്ക് കെയർ. എടുത്തോളാം കേട്ടോ. ഗോപിമാഷിന്റെ വാക്കുകൾ കേട്ടപ്പോ 1000 ഓർമ്മകളാണ് എന്റെ മനസ്സിലേക്ക് അലയടിച്ചെത്തിയത്. പൊതുവാൾ മാഷ് സമ്മാനിച്ച കണ്ണീരാണ് എന്റെ ജീവിതത്തിലെ സന്തോഷങ്ങളുടെ മാറ്റുകൂട്ടിയതെന്ന് കരുതാനാണ് എനിക്കിഷ്ടം. പെൻഷനായപ്പോ ഇവിടുന്ന് താമസം മാറിപ്പോയ പൊതുവാൾ മാഷിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ ഇതിന്റെ ഭാരവാഹികൾ ഒരുപാട് ശ്രമിച്ചിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷെ നിർഭാഗ്യവശാൽ അവർക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല. ഈ അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, നമ്മളുടെയൊക്കെ പൊതുവാൾ മാഷ് അല്ല, എന്റെ പൊതുവാൾ മാഷ് ഇവിടെ വന്നിരുന്നെങ്കിലെന്ന്. ആര് പറഞ്ഞു വന്നിട്ടില്ലെന്ന്? കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന കള്ളക്കൊയിലിനെ ആരും ഫീനിക്സ് പക്ഷി എന്ന് വിളിക്കാറില്ല. നിന്നെ പോലത്തെ ഒരു പെരുന്നുണൻ ആരുടെ സത്യം എന്ന് പേരിട്ടത്? പക്ഷേ നിങ്ങളിപ്പോ ഈ കാണിക്കുന്നത് മുഴുവൻ ശുദ്ധ പോക്കർത്തരാട്ടോ. താനൊക്കെ എപ്പോഴും ഈ നുണയം പറയുന്ന വിശ്വസിച്ച് നടക്കാല്ലേ? കഷ്ടം. പറയട്ടെ ഗോപി മാഷെ, അതുകൊണ്ട് മാഷിന് എന്തെങ്കിലും സന്തോഷം കിട്ടണമെങ്കിൽ കിട്ടട്ടെ. നിർത്തടാ. ഇവന്റെ ഭാവിയിൽ മണ്ണിടാനല്ല, ഇവൻ ഈ കരക്കാരുടെ കണ്ണിൽ മണ്ണൊഴിച്ച് കത്തിക്കാതിരിക്കാനാണ് ഞാൻ വന്നത്. എവിടെ നാടാണ് എം പി എടുത്തത്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ഈ യൂണിവേഴ്സിറ്റി കോളേജ്. ഏത് യൂണിവേഴ്സിറ്റിയുടെ? അത് മഹാരാജാസ്. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഇന്ത്യയില്ലല്ലോ. ഈ ഞാൻ ഉദ്ദേശിച്ചത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അല്ലേ, അതാണ്. ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ MBA പരീക്ഷയിൽ നിനക്ക് 1ാം റാങ്ക് കിട്ടി അല്ലേ? 1ാം റാങ്ക് മാറി ഇപ്പൊ 2ാം റാങ്ക് ആയോ? ഇതല്ല, ഇത് വി ഫോർ വിക്ടറി. അപ്പൊ ഇതാരാ? ഇതാരാ? ഗാന്ധി യൂണിവേഴ്സിറ്റി MBA 1ാം റാങ്ക് കെ കൃഷ്ണകുമാറിനാ. ആണോ? ചിലപ്പോ 2 1 റാങ്ക് ഉണ്ടാവും. പൊട്ടിക്കും. നട്ടാൽ മുളക്കാത്ത സൈസ് നുണയാൻ പറയുന്നത്. ഈ തുരുത്തിലേക്കുള്ള മുഴുവൻ പത്രത്തിന്റെയും ഒരു പേജ് സ്വന്തം ഫോട്ടോയും വാർത്തയും വെച്ച് ഇവൻ തന്നെ അച്ചടിപ്പിച്ചതാ. ഇവനൊരു MBA പരീക്ഷയെങ്കിൽ എഴുതിയും തെളിയിച്ച ഞാൻ തല മുട്ടയടിച്ച് പുള്ളിയും കുത്തി കഴുതപ്പുറത്ത് കിടക്കും. ഉന്നം തെറ്റി. എന്തല്ലേ? 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വാല് മുറിഞ്ഞ് നാടുവിട്ട എന്നെ ഒരു MBA-കാരനായിട്ട് മരിക്കുന്നതിന് മുമ്പ് കാണണം എന്നുള്ള അച്ഛന്റെ ആഗ്രഹം സബലീകരിച്ചു കൊടുക്കാനാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നുണയുടെ മാലപ്പടക്കത്തിന് തീ പിടിക്കുമ്പോ 1 2 ഒക്കെ പൊട്ടാതെ ചീറ്റി പോയേക്കാം. പക്ഷെ അതിലെ വെടിമരുന്നുണ്ട്, ഒരിക്കലും വീര്യം കുറയില്ല. അന്നത്തെ ആ MBA നുണ പാളിപ്പോയെങ്കിലും MBA-കാർക്ക് സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ട് കൊടുക്കുന്ന പല യൂണിവേഴ്സിറ്റികളുടെയും വൈസ് ചാൻസലറാണ് ഞാനിപ്പോ. പ്യൂൺ, ആരാ വന്നേക്കുന്നത് നോക്കൂ. എവിടാ നിന്റെ ആശാൻ? അണ്ണാ സർട്ടിഫിക്കറ്റ് റെഡിയായാ? അണ്ണോയ്, വൈസ് ചാൻസലർ ഒപ്പിടാൻ പോണേ ഉള്ളൂ. ഇതെന്താണിത്, പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിലെ കമ്പിവേലി? ഹൗ പിടിച്ചു. ഇനി പോലീസ് പിടിക്കേണ്ട നോക്കിക്കോണേ. ഇന്ന് കണിയേണ്ടവൻ എന്നും കാണണേ. അണ്ണാ ആ, ഒരു 500 തരൂ. ഇന്നലെ അല്ലടാ നീ ഒരു 100 രൂപ ചോദിച്ചത്? എന്നിട്ട് തന്നില്ലല്ലോ. ചോദിക്കുമ്പോ തരാം. ഞാൻ എന്താ നോട്ട് അടിക്കണ മെഷീനാ? നീ ഒരു ചായ അടിച്ച് നല്ല വൃത്തിയിലടിക്കട്ടാ. തുപ്പിട്ട് തരും ഞാൻ. തുപ്പിട്ടല്ല, കപ്പിലിട്ട് തരാന്ന് പറഞ്ഞായിരുന്നു. ഹലോ. ആ, സ്പീക്കിംഗ്. പ്രശാന്താ? ഏത് പ്രശാന്ത്? ആ, അഞ്ജലിയുടെ ഫ്രണ്ടാ? ആ, ഞാൻ ഓർക്കുന്നു. ടെൽ മീ. അയ്യോ വേണ്ട, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്ക. അല്ലല്ല, ഞാൻ 2 മണി വരെ ബിസിയാണ്. ഓക്കെ, ആ അതെ. ആണോ? അല്ലല്ല, ഓക്കെ ശരി. എടാ എന്റെ
ആ അഞ്ജലിയുടെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ എന്താ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ. അണ്ണന് വേറെ പണിയൊന്നുമില്ലേ? കുറെ നാളല്ല വാണാല് പോലത്തെ പെണ്ണിന്റെ പുറകെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് പോവാൻ പറയണ. അഞ്ജലി അവളുടെ ഒടുക്കത്തൊരു ജാടേ. അണ്ണം വിചാരിച്ചതല്ല ബെസ്റ്റാം ക്ലാസ് പെമ്പിളേരെ കിട്ടും നാട്ടില്. എന്റെ പുറകെ തന്നെ എത്തണം. അത് കിട്ടും, പക്ഷെ അഞ്ജലി കിട്ടില്ലല്ലോ. അവൾ എന്റെയാടാ. എത്രയോ ജന്മങ്ങളായിട്ട് അവൾ എന്റേതായിരുന്നു എന്നൊരു തോന്നൽ. എന്നാ പിന്നെ ചെയ്തോട്. എടാ, കള്ള സർട്ടിഫിക്കറ്റും വ്യാജസീലും ഉണ്ടാക്കാനല്ല അവർ വരണത്. പിന്നെ എന്തോ റെക്കമെൻഡേഷനാ. ഞാൻ ഇതിന്റെ മേളിലുള്ള ഒമേഗ കൺസൾട്ടൻസിയുടെ മാനേജർ ഒന്ന് പറയുകയും ചെയ്തു. അത്രയുള്ള ചുമ്മാ ഫേസ് ചെയ്യണ്ട. മൊട്ടണ്ണന്റെ കഷത്തിലല്ലേ ഇരിക്കണ? എന്ത്? അല്ല, മൊട്ടത്തിലെ മാനേജർ എന്റെ കഷത്തിലല്ലേ ഇരിക്കണ? എന്ന് പൊക്കുന്ന്. പൊക്കല്ലേ? പിന്നെ എടാ, എന്താ എന്റെ പേര്? അല്ലടാ, അഞ്ജലിയോട് ഞാൻ പറഞ്ഞിരിക്കുന്ന പേരെന്താ? നരേന്ദ്രൻ എന്നാണോ നരൻ എന്നാണോ? ഒന്ന് വേ നോക്കണേ. അഞ്ജലി നരൻ. നരൻ. ആ, ഓക്കെ. നീ ചായ കുടിച്ചു. അണ്ണൻ ചായ കുടിക്കണ്ടേ? ആ, കുടിച്ചോടാ, മാസിലങ്ങോട്ട് പോകട്ടെ. വെറുതെ തുപ്പുണ്ടായിരുന്നു. ചേട്ടാ, അവിടെ ചായ അല്ലേ?